ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ടേം ലോൺ. ഒരു ഫേമിന് ക്യാപിറ്റൽ ആവശ്യമായി വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച സോഴ്സുകളാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇതിനെക്കുറിച്ചായിരുന്നു, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിരുന്നു. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ തന്നെ ഡിബഞ്ചർ ആയിരുന്നു. അതും രണ്ട് തരത്തിലുള്ള ഡിബഞ്ചർ പഠിച്ചു, റെഡീമബിളും ഇറെഡീമബിളും എങ്ങനെയാണെന്നുള്ള കാൽക്കുലേഷനാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന സോഴ്സാണ് ടേം ലോണുകൾ. നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പണമൊക്കെ ആവശ്യമായി വരും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കുകയും അവരിൽ നിന്ന് ലോണും എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്താണ് ടേം ലോൺ എന്ന് ചോദിച്ചാൽ ആകെ എഴുതേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എ ടേം ലോൺ ഈസ് എ lump sum money borrowed from a financial institution with a fixed repayment period and a predetermined interest rate. ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇതുവരയ്ക്കും പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ടേം ലോൺ നമ്മൾ എടുക്കുമ്പോൾ ഒരുമിച്ചൊരു എമൗണ്ട് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ബാങ്കുകളിൽ നിന്നോ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ നമ്മൾ ഒരുമിച്ച് വാങ്ങണം. ഒരു ഫിക്സഡ് റീപേയ്മെൻറ്റ് പീരീഡ്, ഇത്ര കാലാവധിക്കുള്ളിൽ നമ്മൾ തിരിച്ചടച്ചോളാം, 5 കൊല്ലം 10 കൊല്ലത്തിൽ അടച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട്. അതും ആ സമയത്ത് നമ്മൾ അതിന് ഇൻട്രസ്റ്റ് എത്ര കൊടുക്കണം എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്യും. ഇതിനെയാണ് ടേം ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടേം ലോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗിവൺ ഫോർ എ സ്പെസിഫിക് പീരീഡ്, നിശ്ചിത കാലയളവ് ഉണ്ടായിരിക്കും. കമ്പനി അഗ്രീസ് ടു പേ ഇറ്റ് ബാക്ക്, അതായത് നിങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഈ പണം പലിശയും മുതലും അടക്കം ഇത്ര വർഷത്തിനുള്ളിൽ തിരിച്ചു തന്നോളാം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ടേം ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് എക്സ്ട്രാ മണി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. കമ്പനി മസ്റ്റ് പേ ഇൻ അഡീഷൻ ടു ദ എമൗണ്ട് ബോറോഡ്. നമ്മൾ എത്ര രൂപയാണോ കടം വാങ്ങിയത്, ആ കടം വാങ്ങിയതിന് പുറമെ നമുക്ക് എന്തും കൂടി കൊടുക്കണം. ആ കടം വാങ്ങിയതും കൊടുക്കണം, ഒപ്പം തന്നെ ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് സ്ഥാപനങ്ങളെ സംബന്ധിച്ചോളം കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ലോണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ലോണിന് വരുന്ന ചെലവ് എന്ന് പറയുന്നത് ഏതാണ്, ഈ തരത്തിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റും പിന്നെ അതേപോലെ തന്നെ ലോൺ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കുറച്ച് ബാങ്കിൽ ചാർജുകൾ വരുന്നുണ്ട്. എന്തൊക്കെ ചാർജുകളാണ് അത് വരുന്നത്? പ്രോസസ്സിങ് ചാർജ് പറഞ്ഞിട്ട് അവർ കുറച്ച് എമൗണ്ട് പിടിക്കും, ലോൺ അറേഞ്ച്മെൻറ്റ് ഫീസ് പറയും, അല്ലെങ്കിൽ ഏർലി റീപേയ്മെൻറ്റ് പെനാൽറ്റി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമുക്കതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഈ ചിലവും കൂടി നമ്മളിതിൽ കണക്കാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3 കാൽക്കുലേഷനാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. നമുക്ക് ഒരു ഇത്ര വർഷത്തേക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര ഇൻട്രസ്റ്റ് അടയ്ക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇത് പഠിച്ചോളാം. ലോൺ എമൗണ്ട് എടുക്കുക, എത്ര ഇൻട്രസ്റ്റ് നോക്കുക, എത്ര വർഷത്തേക്കാണ് നോക്കുക, 3 കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീസോ ചാർജോ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ടോട്ടൽ കോസ്റ്റിൻ്റെ ഒപ്പം